എല്ലാവർക്കും ഫ്രസ്ക്യൂറ കോമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ ബാലരമയും നമ്മൾ ഇന്ന് മുതൽ ഫുള്ള് വായിക്കാൻ പോവുകയാണ്. അപ്പോൾ 2025 ജൂൺ 21 ബാലരമയാണ് നമ്മൾ ഈ വീക്കിൽ വായിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കുറേ ബാലരമ ഫാൻസ് ഉണ്ട്, നമുക്കറിയാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വായനയിലോട്ട് കിടക്കാം. ആദ്യ പേജിൽ തന്നെ ബാലരമയുടെ പുതിയൊരു സർപ്രൈസ് മിഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ബാലരമ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഫസ്റ്റ് പേജും സെക്കൻഡ് പേജൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ബാലരമ വാങ്ങുന്നവരാണെങ്കിൽ ഇത് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. മായാവിനെയാണ് കിട്ടിയിരിക്കണമെങ്കിൽ ഒരു ടീൻ സ്റ്റാർ മഗ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ലുട്ടാപ്പിനെയാണ് നമ്മൾ ആ സർപ്രൈസ് മിഷനിൽ സ്ക്രാച്ചിൽ അതിൽ മുഖം ലുട്ടാപ്പിൻ്റെ മുഖമാണെങ്കിൽ നമുക്ക് ടീഷർട്ടാണ് ലഭിക്കുക. അതുപോലെ തന്നെ സൂത്രന ശരി അവലാരെങ്കിലും ആണെങ്കിൽ സൂത്രനാണെങ്കിൽ ഇത് ഒരു വാട്ടർ ബോട്ടിലാണ് ലഭിക്കുന്നത്. പിന്നെ കടിയൻ സിംഹം, വിക്രമൻ, അതുപോലെ തന്നെ ഡാകിനിയുടെ മൂങ്ങ, ഇവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ഒരു സമ്മാനം ലഭിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ബാലരമ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടിക്കണമെങ്കിൽ വിളിക്കേണ്ട നമ്പറുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇനി സമ്മാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ ഈ ഫോം പൂരിപ്പിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഓക്കെ. ക്രേ ക്രേ നിം നിം. ഒരിക്കൽ ഡുങ്കുടു പുലി ചങ്ങാതിയായ ചിങ്കുടുക്കടവയുടെ വീട്ടിലെത്തി. ഡുങ്കുടയുടെ കണ്ട ഒരു കസേരയിലിരുന്നു. അപ്പോഴതാ കസേരയിൽ നിന്നൊരു ശബ്ദം, ക്രേ ക്രേ. ഡുങ്കുടു ഒന്നും പറഞ്ഞില്ല, പക്ഷേ ജിക്കുടുവിൻ്റെ മുഖം വാടി. അവൻ പറഞ്ഞു, പഴയ കസേരയാ. ശബ്ദത്തിൻ്റെ കാര്യം പറഞ്ഞ് പലരും കളിയാക്കും. ഇത് ശരിയാക്കുന്നതിന് പകരം പുതിയൊരു കസേര വാങ്ങിക്കൂടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ അതൊക്കെ വലിയ ചിലവുള്ള കാര്യമല്ലേ? ഡുങ്കുടു പറഞ്ഞു. ശബ്ദം മാത്രമല്ലേ കുഴപ്പം, അതിനൊരു സൂത്രമുണ്ട്. അതും പറഞ്ഞ് ഡുങ്കുടു പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ കയ്യിൽ 4-5 കൊച്ചു മണികളുണ്ടായിരുന്നു. ഡുങ്കുടു ആ മണികൾ കസേരയിൽ പലയിടത്തായി തൂക്കി. ഇത്തവണ കസേരയിലിരുന്നപ്പോൾ അതാ മണികളുടെ ശബ്ദം, നിം നിം നിം. ഡുങ്കുടു പറഞ്ഞു, പഴയ ക്രേ 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 ശബ്ദം ഇപ്പോഴുമുണ്ട്. പക്ഷേ മണികളുടെ ശബ്ദത്തിനിടയിൽ ആരും അത് ശ്രദ്ധിക്കില്ല. ജിങ്കിടുവിന് സന്തോഷമായി. ഡുങ്കുടു പറഞ്ഞു, വെറുതെ കളിയാക്കുന്നവരുടെ വാക്കുകൾ എപ്പോഴും അതേപടി എടുക്കേണ്ട. പകരം ആ പ്രശ്നം പലപ്പോഴും നമുക്ക് രസകരമായി പരിഹരിക്കാൻ സാധിക്കും. കോമഡി ഡിറ്റക്റ്റീവ് ആക്ഷൻ സ്റ്റോറീസ് ഷെർലക് ഫോക്സ് സീസൺ 2. ലൂസ്നെറ്റിൻ്റെ ആക്രമണം. സോറി, എൻ്റെ കൂടെ വേഗം വരണം. എൻ്റെ അനുജൻ ആ ലൂസ്നെറ്റ് ആക്രമിക്കാൻ ശ്രമിച്ചു. വേഗം വരണേ സാർ. ഒരു കാട്ടുപോത്താണ് രാവിലെ തന്നെ ഷെർലക്കിനെ കാണാൻ ഓടി വന്നിരിക്കുന്നത്. ഫൂളിഷ് കൗണ്ടിലെ ശാസ്ത്രജ്ഞനാണ് ലൂസ്നെറ്റ് ചിമ്പാൻസി. സാധാരണ ഇതുപോലെ അടിപിടി കേസുകളൊന്നും പെടാത്ത ആളാണ്. ഷെർലക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രം മടക്കി വെച്ചു. പുള്ളിക്ക് ഇൻട്രസ്റ്റായി എന്ന് തോന്നുന്നു. കാട്ടുപോത്ത് തുടർന്നു. അനുജനെ അടിക്കാൻ ലൂസ്നെറ്റ് ഓടിച്ചു. ഞാൻ പിന്നാലെ ഓടി ലൂസ്നെറ്റിൻ്റെ വാലിൽ പിടിച്ചു നിർത്തി. അതുകൊണ്ട് അടി കൊണ്ടില്ല. ആ തക്കത്തിന് അനുജൻ വടി പിടിച്ച് വാങ്ങി അങ്ങേരുടെ തലക്കിട്ടൊന്ന് കൊടുത്തു. ലൂസ്നെറ്റ് ബോധം കെട്ട് കിടപ്പാണ്. സംസാരത്തിൽ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം കാട്ടുപോത്ത് തുടർന്നു. ഞങ്ങളെ ആക്രമിച്ച സ്ഥിതിക്ക് ലൂസ്നെറ്റിനെ 2 ദിവസമെങ്കിലും ലോക്കപ്പിൽ ഇടുമായിരിക്കും അല്ലേ? അതൊക്കെ പോലീസ് തീരുമാനിക്കും. അതിരിക്കട്ടെ, എന്തിനാണ് ലൂസ്നെറ്റ് നിങ്ങളെ ആക്രമിച്ചത്? അറിയില്ല സാർ, എന്തെങ്കിലും മുൻവൈരാഗ്യം കാണും, കാട്ടുപോത്ത് പറഞ്ഞു. ഞങ്ങൾ പുറപ്പെട്ടു. ലൂസ്നെറ്റിൻ്റെ ലാബിന് പിന്നിലുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ എത്തിയത്. അവിടെ ലൂസ്നെറ്റ് തലക്കടി കൊണ്ട് കിടക്കുന്നു. തൊട്ടടുത്ത് കാട്ടുപോത്തിൻ്റെ അനുജൻ. ഷെർലക് ചോദിച്ചു, സംഭവം വിശദമായി പറയൂ. കാട്ടുപോത്ത് പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ ഇതുവഴി വന്നു വരികയായിരുന്നു. ഞങ്ങളെ കണ്ട ഉടനെ ലൂസ്നെറ്റ് ലാബിൽ നിന്ന് ഇറങ്ങി വന്ന് അനുജനെ തല്ലാൻ ഓടിച്ചു. ശരി, ബാക്കി ഞാൻ പറയാം. അതിനു മുമ്പ് ചെറിയൊരു ജോലിയുണ്ട്. ഷെർലക് അതും പറഞ്ഞ് 2 അടി മുന്നോട്ട് വെച്ചു. അടുത്ത 2 അടി കാട്ടുപോത്തിൻ്റെ കരണത്തായിരുന്നു. എപ്പടേ എപ്പടേ. കാട്ടുപോത്താണ് ഷെർലക്കിനേക്കാൾ വലുപ്പമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടികൊണ്ട് അവൻ പതുക്കോ എന്ന് വീണു. ഷെർലക്കിൻ്റെ ശബ്ദം ഉയർന്നു. നിങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമാണ് എന്നെനിക്കറിയാം. നിങ്ങളാണ് ലൂസ്നെറ്റിനെ ആക്രമിച്ചത്. എന്തിനാണ്? സത്യം പറയണം.
സൂത്രം പൊളിഞ്ഞു, പാളീസായി എന്ന് കാട്ടുപോത്തിന് മനസ്സിലായി. അവൻ പറഞ്ഞു, ക്ഷമിക്കണം സാർ, ലൂസ്നട്ടിനെ 2 ദിവസം ലാബിൽ നിന്ന് അകറ്റി നിർത്താനുള്ള പരിപാടിയായിരുന്നു. ആക്രമണക്കേസിൽ ലോക്കപ്പിലായാൽ 2 ദിവസം ലാബ് ഒഴിഞ്ഞു കിട്ടുമല്ലോ. അവിടെ നിന്ന് 1-2 പുതിയ യന്ത്രങ്ങൾ മോഷ്ടിക്കാനായിരുന്നു പ്ലാൻ. ഞങ്ങളോട് ക്ഷമിക്കണം. ഷെർലക് ക്ഷമിച്ചില്ല. പോലീസിനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, ഇവന്മാർ പറയുന്നത് തട്ടിപ്പാണെന്ന് അണ്ണൻ എങ്ങനെ മനസ്സിലായി? ഷെർലക് ചിരിച്ചു. ഹ ഹ ഹാ, അതെനിക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ മനസ്സിലായി. അടിക്കാൻ വന്ന ലൂസ്നട്ടിനെ വാലിൽ പിടിച്ചാണ് നിർത്തിയത് എന്നിവൻ പറഞ്ഞില്ലേ. പക്ഷേ ചിമ്പാൻസിക്ക് വാലുണ്ടോ? ഡുണ്ടുമോൻ. ഡുണ്ടു, ഇന്നെന്താ നീ വൈകിയത്? അത് വീട്ടിലായാലും ശബ്ദം താഴ്ത്തിയേ സംസാരിക്കാവൂ എന്ന് അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട്? അച്ഛൻ പറഞ്ഞത് ഫോൺ കേട്ടു എന്ന് തോന്നുന്നു. രാവിലെ ഫോണിൽ അലാറം അടിച്ചത് ശബ്ദം താഴ്ത്തിയ. ഞാൻ കേട്ടില്ല. റെയിൻബോ റിയോൺ, കളർഫുൾ ആൻഡ് പവർഫുൾ, ഇൻവിസിബിൾ. കഥ ഇതുവരെ. ഗ്രാമപ്രദേശം. തൻ്റെ നായ എന്തോ കണ്ട് വല്ലാതെ കുരക്കുന്നത് കണ്ട് ഒരു ചെറുപ്പക്കാരൻ വന്ന് നോക്കി. അപ്പോഴാണ് കണ്ടത്, അതാ നിറമില്ലാത്ത ഒരു പുലി. അതിനിടെ മറ്റൊരു അദൃശ്യജീവി നായയെ കൊണ്ടുപോയി. ചെറുപ്പക്കാരൻ്റെ നിലവിളി കേട്ടെത്തിയ റിയോൺ പുലിയെ പിടികൂടി. അദൃശ്യരായ പല ജീവികളും അതുവഴി പോയി. ചെറുപ്പക്കാരൻ്റെ നായയും അപ്രത്യക്ഷമായി. അന്വേഷിച്ചു പോയ റിയോൺ നിറങ്ങൾ നിറഞ്ഞ ഒരു മരം കണ്ടു. അതിനിടെ റിയോൺ ഒരടി ഏറ്റു വീണു. നിറങ്ങൾ നിറഞ്ഞ മരവും എന്തോ ഇടിച്ച് പെട്ടെന്ന് മറിഞ്ഞു വീണു. ഇനി വായിക്കൂ. എന്താണത്? ഏതോ യന്ത്രഭാഗം പോലെ. നിറങ്ങൾ വലിച്ചെടുത്തത് ഈ യന്ത്രമാണോ? എന്തും വരട്ടെ, ഒരു ശ്രമം നടത്തി നോക്കാം. കളർ പവർ യെല്ലോ. ട്രാഷ്. കളറുകൾ പുറത്തേക്ക് ഒഴുകുന്നു. മറഞ്ഞതെല്ലാം തിരിച്ചു വരുന്നു. പുലി, പക്ഷികൾ എല്ലാം. റിണിങ് റിണിങ്. എപ്സിലോണിൻ്റെ കോൾ. റിയോൺ, നിങ്ങളത് നശിപ്പിച്ചു. ഓഹോ എപ്സിലോൺ, നിങ്ങളാണോ ഇതിന് പിന്നിൽ? ഞാൻ കരുതി കളർ ആയിരിക്കുമെന്ന്. കളർ റീറ്ററുടെ ജോലി ചെയ്യുന്ന യന്ത്രമാണത്. എന്നിട്ട് എന്തുകൊണ്ടാണ് യന്ത്രം ചിലതിൻ്റെ മാത്രം കളറുകളെടുത്തത്? പരീക്ഷണഘട്ടത്തിലാണ് ഈ യന്ത്രം, അത്രയേ എനിക്കിപ്പോൾ പറയാനാകൂ. കാരണം അത് റിയോണിനെതിരെ പ്രയോഗിക്കാനായി നിർമ്മിച്ചതാണ്. അത് നിങ്ങൾ നശിപ്പിച്ചു. ഓഹോ, ഈ മരം ഇങ്ങനെ കളർ വലിച്ചെടുത്തു. മരമെങ്ങനെ വീണു? മരമല്ല, അകത്തിരുന്ന യന്ത്രമാണ് വലിച്ചത്. മരം വീണതിൽ എനിക്ക് പങ്കില്ല. ഏതോ മൃഗം കുത്തിമറിച്ചിട്ടതാകാം. നിങ്ങളെ ഇടിച്ചു വീഴ്ത്തിയതും ഏതോ ഇൻവിസിബിൾ മൃഗമാണ്. ഇതും നിങ്ങൾ നശിപ്പിച്ചു. പക്ഷേ എപ്സിലോണിൻ്റെ തിരിച്ചടികൾ പുത്തരിയല്ല. ഐ വിൽ കം ബാക്ക് സ്ട്രോങ്. അടുത്ത ലക്കത്തിൽ റെയിൻബോ റിയോണിൻ്റെ പുതിയ കഥ. ഹോജ കഥകൾ. ഭാഗ്യക്കല്ല്. കയ്യിൽ ഒരു കല്ലുമായി നടക്കുകയാണ് ഹോജ. അത് കണ്ടപ്പോൾ ചങ്ങാതി സലീം ചോദിച്ചു, ഇതെന്തിനാ കല്ല്? കല്ല് കയ്യിലുള്ളപ്പോൾ എനിക്ക് ഭാഗ്യമുണ്ട് എന്നർത്ഥം, ഹോജ പറഞ്ഞു. ഭാഗ്യം കൊണ്ടുവരുന്ന കല്ലാണോ അത്? അല്ല, പട്ടി കടിക്കാൻ വന്നാൽ എറിയാനുള്ള കല്ല, ഹോജ പറഞ്ഞു. പിന്നെ ഭാഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞത്? സലീമിന് മനസ്സിലായില്ല. എനിക്ക് കല്ലെറിയേണ്ടി വന്നില്ലല്ലോ, പട്ടി ഇതുവരെ കടിക്കാൻ വന്നില്ല, അതിനർത്ഥം അത് ഭാഗ്യമല്ലേ? വണ്ടർ കിഡ്സ്. റേസിംഗ് റാണി. പുരുഷന്മാർ അരങ്ങുവാഴുന്ന റേസിങ്ങിൻ്റെ ചരിത്രം തിരുത്തിയ 10 വയസ്സുകാരി. റേസിംഗ് ട്രാക്കിലിറങ്ങിയാൽ കപ്പുമായി മാത്രം തിരിച്ചെത്തുന്നവൾ. കാശ്മീർ സ്വദേശിയായ അധിക മിർ ആണ് ഈ മിടുക്കി. ഫോർമുല 1 റേസിങ്ങിൻ്റെ സിമ്പിൾ വേർഷനായ കാർട്ടിങ്ങിലാണ് അധികയുടെ കുതിപ്പ്. ഫോർമുല 1 അക്കാദമിയുടെ ഡ്രൈവർ, പ്രോഗ്രാമിൽ ഒപ്പുവെക്കുന്ന ആദ്യ ഇന്ത്യക്കാരി, ആദ്യ ഏഷ്യൻകാരി എന്നീ റെക്കോർഡുകളും അധികയുടെ പേരിലുണ്ട്. ഭൂതവൈദ്യം. ഇന്ന് അമ്മാവൻ്റെ ഓപ്പറേഷനാണല്ലോ? അതെ, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ടുണ്ട്. ഭയം തോന്നുന്നു. എന്തിന്? അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. അക്കാര്യം ഞാനേറ്റു. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഞങ്ങൾക്കൊരു സമ്മാനമായിരിക്കും. പിന്നല്ല, സമ്മാനം ഞാൻ പെട്ടിയിലിട്ട് തരാം, പോരെ? അടുത്ത ലക്കം മുതൽ പുതിയ നോവൽ അദൃശ്യ മനുഷ്യൻ. H.G. വെൽസിൻ്റെ ലോകപ്രശസ്തമായ സയൻസ് ഫിക്ഷൻ ക്ലാസിക്. അദൃശ്യ മനുഷ്യൻ്റെ വിളയാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു അത്. വീടുകളുടെ കണ്ണാടി ജനലുകൾ എറിഞ്ഞുടക്കപ്പെട്ടു. കസേരകളും സാമാനങ്ങളും വായുവിൽ പറന്നു. തെരുവുകളിൽ ജനങ്ങൾ പരിഭ്രാന്തരായി പരക്കം പാഞ്ഞു. പലർക്കും ശൂന്യതയിൽ നിന്ന് അടിവീണ് കിട്ടി. ഇപ്പിംഗ് ഗ്രാമം ഭീതിയുടെ പിടിയിലമർന്നു. ഇംഗ്ലീഷ് ചാനൽ. ബ്രിട്ടീഷ് ഇംഗ്ലീഷിനെ പറ്റി രസകരമായ കാര്യങ്ങൾ. ഓ അബൂട്ടി, അതൊന്നും ബേൺ ചെയ്യല്ലേ. ദേ ബേൺഡ് ഫയർവർക്സ് ടു സെലിബ്രേറ്റ് ന്യൂ ഇയേഴ്സ് ഈവ്. പടക്കം കത്തിക്കുക എന്ന അർത്ഥത്തിൽ പലരും ഉപയോഗിക്കാറുള്ള പ്രയോഗമാണ് ബേൺ. ഫയർവർക്സ് ഓർ ഫയർ ക്രാക്കേഴ്സ്, കത്തിക്കുക
എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കായതിനാൽ ബേൺ എന്ന വാക്ക് അതേപടി പടക്കത്തിനും ഉപയോഗിക്കാമല്ലോ എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഫയർവർക്സ് എന്ന വാക്കുമായി പൊരുത്തപ്പെടുന്ന വാക്കല്ല ബേൺ. അതേസമയം ഫയർവുഡ്, ബിൽഡിംഗ്, കാർ, കാൻഡിൽ മുതലായവയൊക്കെ ബേൺ ചെയ്യാം. ഫയർവർക്സിൻ്റെ അടുത്തെത്തുമ്പോൾ ബേണിന് പകരം ലെറ്റ് ഓഫ് എന്ന വാക്കാണ് വേണ്ടത്. ഇതാ ഈ വാചകം നോക്കൂ. ദേ ലെറ്റ് ഓഫ് ഫയർവർക്സ് ടു സെലിബ്രേറ്റ് ന്യൂ ഇയേഴ്സ് ഈവ്. ബ്രിട്ടീഷുകാരാണ് ലെറ്റ് ഓഫ് ഉപയോഗിക്കുന്നത്. എന്നാൽ അമേരിക്കയിലെത്തിയാൽ ലെറ്റ് ഓഫിന് പകരം ഉപയോഗിക്കുന്നത് സെറ്റ് ഓഫ് എന്നായിരിക്കും. കത്തിക്കുക എന്നതിനു പുറമെ മറ്റു ചില സന്ദർഭങ്ങളിലും ബേൺ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. ഉറങ്ങാതെ കഠിനാധ്വാനം ചെയ്യുക എന്നർത്ഥത്തിൽ ഇംഗ്ലീഷിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്, ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് ദ എൻഡ്സ്. ഈ വാചകം നോക്കൂ. ഷി ഹാസ് ബീൻ ബേണിംഗ് ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് ടു ഫിനിഷ് ഹെർ പ്രോജക്റ്റ് ഓൺ ടൈം. എന്നാൽ ഇന്ത്യയിലേക്കെത്തുമ്പോൾ ഈ ശൈലി ഇതുപോലെ പലരും ഉപയോഗിക്കുന്നതായി കാണാം. ഷി ഹാസ് ബീൻ ബേണിംഗ് ദ കാൻഡിൽസ് അറ്റ് ബോത്ത് ഇറ്റ്സ് എൻഡ്സ് ടു ഫിനിഷ് ഹെർ പ്രോജക്റ്റ് ഓൺ ടൈം. ഗ്രീക്ക് പുരാണ കഥകൾ. അപ്പോളോയും ഹയാസിന്തും. അപ്പോളോ ദേവൻ ഒരിക്കൽ ഭൂമിയിൽ ഹയാസിന്ത് എന്ന ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. അവർ കൂട്ടുകാരായി. ഒരു ദിവസം, ഇന്ന് നമുക്ക് പുതിയൊരു കളി കളിച്ചാലോ? പരിചയേറുകളി. അതെന്തു കളി? ഏറ്റവും ദൂരേക്ക് പരിചയെറിഞ്ഞെത്തുന്ന ആൾ ജയിക്കും. അത് കൊള്ളാം, എങ്കിൽ തുടങ്ങാം. ആദ്യം ഹയാസിന്ത് എറിയൂ. തെക്കൻ കാറ്റിൻ്റെ ദേവനായ സെഫിറസ് ഇത് കണ്ടു. സെഫിറസിനും ഹയാസിന്തിനെ തൻ്റെ ചങ്ങാതിയാക്കിയാൽ കൊള്ളാം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോളോ ദേവനോട് ഇതിൻ്റെ പേരിൽ അസൂയയും ഉണ്ടായിരുന്നു. ഈ കളിയിൽ അപ്പോളോയെ തോൽപ്പിക്കണം. ഹയാസിന്ത് എറിഞ്ഞ പരിച ദൂരെ പോയി വീണു. ടങ്. ഇനി ഞാൻ എറിയാം. അപ്പോളോ എറിഞ്ഞ പരിച പാഞ്ഞു പോകുമ്പോൾ സെഫാറിസ് അതിനെതിരെ ആഞ്ഞു വീശി. ഹഹാ, അപ്പോളോയുടെ പരിച പിന്നിലേക്ക് പറത്താം. ഫൂ ഫൂ. പരിച ചെന്നിടിച്ചത് ഹയാസിന്തിൻ്റെ തലയിലാണ്. ടോങ്. അയ്യോ. അയ്യോ ഹയാസിന്ത്, ഞാനാണല്ലോ ഇതിനെല്ലാം കാരണം. ഹയാസിന്തിൻ്റെ രക്തത്തിൽ അപ്പോളോയുടെ കണ്ണുനീര് വീണതോടെ അവിടെ പൂച്ചെടികൾ വളരുന്നു. ഈ പൂക്കൾ ഹയാസിന്തിൻ്റെ ഓർമ്മ നിലനിർത്തും. സെഫിറസിനും വല്ലാത്ത കുറ്റബോധം തോന്നി. പിന്നീട് ആ ചെടികളിൽ പൂക്കൾ വിടരുമ്പോഴെല്ലാം തെക്കൻ കാറ്റ് പറന്നു വന്ന് മാപ്പ് ചോദിക്കുമത്രേ. ഇല്ലാത്ത ജീവികൾ. കഥകളിലോ പുരാണങ്ങളിലോ മാത്രമുള്ള ജീവികളുടെ രസകരമായ വിശേഷങ്ങൾ ഈ ലക്കത്തിൽ. സൈക്ലോപ്സ്. ഗുഹകളിൽ താമസിക്കുകയും അവിടെ എത്തുന്ന മനുഷ്യരെ പിടിച്ചു തിന്നുകയും ചെയ്യുന്നവരാണത്രേ സൈക്ലോപ്സുകൾ. തൻ്റെ പുത്രൻ്റെ മരണത്തിനു പകരം വീട്ടാനായി സ്യൂസിൻ്റെ സൈക്ലോപ്സ് സൈന്യത്തെ ആക്രമിച്ച അപ്പോളോദേവൻ്റെ കഥ ബാലരമയിൽ വായിച്ചിട്ടില്ലേ? ഗ്രീക്ക് പുരാണത്തിലെ ഒറ്റക്കണ്ണൻ രാക്ഷസന്മാരാണ് സൈക്ലോപ്സ്. യുറാനസും ഗായയുമാണ് മാതാപിതാക്കൾ. സൈക്ലോസ് വൃത്തം, ഓപ്സ് കണ്ണ് എന്നീ ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് സൈക്ലോപ്സ് എന്ന പേര് വന്നത്. ലോഹം കൊണ്ടുള്ള പണികൾക്ക് പേരുകേട്ടവരാണിവർ. യജ്ഞ അഗ്നിപർവ്വതത്തിലാണ് ഇവരുടെ പണിശാല. സ്യൂസിനു വേണ്ടി മിന്നൽ പിണരുകളും മറ്റു ദേവന്മാർക്കും വേണ്ടി ആയുധങ്ങളും ഇവർ നിർമ്മിച്ചുവെന്നാണ് കഥ. ഹോമറുടെ ഒഡീസി എന്ന ഇതിഹാസത്തിൽ പോളിഫെയ്മസ് എന്ന സൈക്ലോപ്സിൻ്റെ കഥയുണ്ട്. ഒരുപോലെയല്ലാത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മതിലുകളെ സൈക്ലോപ്പിയർ എന്നു പറയാറുണ്ട്. ടിക് ടക്ക്. ടെക്നോളജി രംഗത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. തമഗോജി പാരഡൈസ്. തമഗോജി 1996 ജപ്പാനിൽ പുറത്തിറങ്ങിയ ഒരു സൂപ്പർ ടോയ് ആണ് ഇത്. കണ്ടാൽ മുട്ട പോലെ ഒരു കൊച്ചുപെട്ടി. എന്നാൽ ഇതൊരു ഡിജിറ്റൽ പെറ്റ് ആണ്. ഇതിൽ ഓരോ തമഗോജി ടോയ് സെറ്റിലും എന്തെങ്കിലും ഒരു ജീവിയുടെ ഡിജിറ്റൽ ഇമേജ് കാണാം. വളർത്തുനായയെയും പൂച്ചയെയും പോലെ ഓമനിച്ചു കൂടെ കൊണ്ട് നടക്കുകയും കളിക്കുകയും ചെയ്യാവുന്ന പെറ്റാണിത്. ഇപ്പോഴിതാ തമഗോജിയുടെ പുതിയ വെർഷൻ വന്നിരിക്കുന്നു, തമഗോജി പാരഡൈസ്. ഇതിൽ ഒരു ജീവിയല്ല, എല്ലാ തമഗോജി ജീവികളെയും കാണാം. അവരെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ വളർത്തി ബഹിരാകാശ സഞ്ചാരിയോ ഷെഫോ ഒക്കെ ആക്കി മാറ്റാം. കൂടാതെ തമഗോജി യൂണിവേഴ്സിൽ ഫെസ്റ്റിവലുകൾ നടത്തി ആഘോഷിക്കാം. ഒപ്പം പലതരം ഗെയിമുകളുമുണ്ട്. തീർന്നില്ല, ഈ ജീവികൾ നിങ്ങളെ തിരിച്ചറിയും, പേര് ഓർമ്മിക്കും, ഇടയ്ക്കൊക്കെ ചില സർപ്രൈസുകളും തരും. വ്യത്യാസമുണ്ട്. താഴെയുള്ള ചിത്രങ്ങൾ കണ്ടാൽ ഒരുപോലെ തോന്നും, എന്നാൽ അവ തമ്മിൽ 10 വ്യത്യാസങ്ങളുണ്ട്. കണ്ടുപിടിക്കൂ. 7 ത്രികോണം, 3 തീപ്പെട്ടിക്കോലുകൾ കൂടി വെച്ച് ചിത്രത്തിൽ 6 ത്രികോണങ്ങൾ ഉണ്ടാക്കാമോ? ഉത്തരം പേജ് 71 ഉണ്ടാവുന്നതാണ്. അമേസിംഗ് ഫാക്ട്സ് അബൌട്ട് ആനിമേഷൻ മൂവീസ്. ഹിറ്റിന് ചെലവ് കുറവ്.
കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച സിനിമയായിരുന്നു ഡോംബോ. രണ്ടാം ലോക മഹായുദ്ധവും അതിനു മുമ്പത്തെ പിനാക്യോയുടെയും ഫാന്റസിയയുടെയും ഭാരിച്ച ചെലവുമായിരുന്നു കാരണം. പരമാവധി ബാക്ക്ഗ്രൗണ്ടുകൾ കുറച്ചും ഓയിൽ പെയിന്റിനു പകരം വാട്ടർ കളറിൽ ബാക്ക്ഗ്രൗണ്ട് വരച്ചും ടീം ചെലവ് കുറച്ചു. ഒന്നല്ല 3 സഹോദരന്മാരുള്ള ഒരേ ഒരു ഡിസ്നി രാജകുമാരിയേ ഉള്ളൂ ബ്രേവ്. ഡിസ്നിയിലെ സിനിമയിലെ മെറിഡ, ഹാരിസ്, ഹ്യൂബർട്ട്, ഹാമിഷ് എന്നിങ്ങനെ 3 സഹോദരന്മാരാണ് മെറിഡയ്ക്കുള്ളത്. അതും ഒന്നിച്ചു ജനിച്ചവർ, ട്രിപ്ലറ്റ്സ്. സൂത്രൻ: ഇങ്ങേ എന്തിനാ തിരഞ്ഞോടുന്നത്? എന്തെങ്കിലും എടുക്കാൻ മറന്നോ? പ്രാക്ടീസാ ചേട്ടാ. പ്രാക്ടീസാണോ എടുക്കാൻ മറന്നത്? മറന്നതല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന്. നാളെ എലിയോട്ട മത്സരമാ, പക്ഷേ ശരിയാവുന്നില്ല. എന്തു പറ്റി? പെട്ടെന്ന് തിരിയാൻ എനിക്ക് പറ്റുന്നില്ല. 100 അടി ഓടണം, എന്നിട്ട് തിരിഞ്ഞോടി തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്തണം. തിരിയാൻ കൂടുതൽ സമയമെടുത്താൽ തോറ്റുപോകും ഞാൻ. എനിക്ക് വെട്ടിത്തിരിയാൻ പറ്റുന്നില്ല. തിരിയുമ്പോൾ വെട്ടണോ? വഴിയുണ്ട്. വെട്ടിത്തിരിയാൻ ചവിട്ടിത്തിരിയുക. ഹഹാ. അതായത് ഒരു കല്ലിലോ മറ്റോ ചവിട്ടിയാൽ പെട്ടെന്ന് തിരിയാൻ പറ്റും. കാണിക്കാം. ഒരു കല്ല് വേണമല്ലോ. ദാ അവിടെ. ഇങ്ങനെ ഓടി വന്ന് കല്ലിൽ ചവിട്ടി ഒറ്റത്തിരിയൽ. ചവിട്ടിയാൽ വേഗം തിരിയാൻ പറ്റും. സൂപ്പർ. ഒന്നുകൂടി കാണിക്കാമോ ചേട്ടാ? ഇനി വേണമെങ്കിൽ ഷേരു കാണിക്കും. ഓക്കെ, ഞാൻ കാണിക്കാം. ആദ്യം ഓടി വരാം. ഇങ്ങനെ ഓടി വന്ന് ഒറ്റ ചവിട്ട്. ദക്ക്. ചെറിയ കല്ലായതുകൊണ്ടാ വീണത്. അടുത്ത തവണ കുറച്ചുകൂടി വലിയ കല്ലിൽ ചവിട്ടാം സൂത്രാ. സൂത്രൻ ക്ലാസിക്സ്. പുഷ്ടവൃഷ്ടി വരുന്നേ. എന്താടോ, എന്തു പറ്റി? എന്നെ കളിയാക്കി. നീ കുറുക്കൻ്റെ കൂടെ നടക്കുന്നത് കടുവക്ക് ചേർന്നതല്ലെന്ന് പറഞ്ഞു എല്ലാവരും ചേർന്ന്. അതോടെ ധൈര്യം ചോർന്ന് താനിങ്ങു പോന്നു അല്ലേ? എടോ, അവരങ്ങനെ പലതും പറയും. ഈ കുറുക്കൻ എന്ന് പറയുന്നത് താനല്ലേ? അതല്ലടോ, കാട്ടിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും മഹാനായ കുറുക്കൻ. കുറുക്കനെ സഹായിച്ചവർക്ക് ഗുണമുണ്ടായ കഥകൾ താൻ കേട്ടിട്ടില്ലേ? ഇല്ല. പറഞ്ഞു തരാം. പണ്ടൊരു കുറുക്കൻ ഉറങ്ങുന്ന നേരത്ത് ഒരു ചക്ക വീണു. അത് കണ്ട ഒരു സിംഹം ഓടിച്ചെന്ന് തല വെച്ചു കൊടുത്തു. ചക്ക വീണത് സിംഹത്തിൻ്റെ തലയിൽ. സന്തുഷ്ടനായ കുറുക്കൻ സിംഹത്തെ കാട്ടിൽ രാജാവാക്കി. ചക്കയെ ശപിച്ച് ഒരു ചേനയാക്കി. ഉടനെ ആകാശത്ത് നിന്ന് കാട്ടുമുത്തപ്പൻ സിംഹത്തിൻ്റെ തലയിൽ പുഷ്പവൃഷ്ടി നടത്തി. എന്തു നടത്തി? പുഷ്പവൃഷ്ടി. തലയിൽ പൂക്കൾ വിതറിയെന്ന്. അതാണ് കുറുക്കന്മാരെ സഹായിച്ചാലുള്ള അനങ്ങരുതെന്ന്. ഇനി കൈ കെട്ടിയിരിക്ക്. എന്തോ കുഴപ്പമുണ്ടല്ലോ. കയ്യിൽ വടിയുണ്ട്. അനങ്ങരുത്. ഇപ്പോൾ തീർക്കും ഞാൻ. തല്ലിക്കൊല്ലാനാണോ സൂത്ര? ആപത്തിൽപ്പെട്ട കുറുക്കനാ. സഹായിച്ചാൽ പുഷ്പവൃഷ്ടി ഉറപ്പാ. സഹായിച്ചേക്കാം. മറ്റവന് ആരോഗ്യം കുറവാ. എടാ, കുറുക്കൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായോ? നിനക്കറിയാമോ? അറിയാമോന്ന്? അവൻ്റെ കഥ തീർന്നു ചേട്ടാ, പേടിക്കണ്ട. പക്ഷേ പടം തീർന്നില്ലടാ ദ്രോഹികളെ. പടമോ? ദേ വരക്കുന്ന കുന്ത്രാണ്ടം ഒടിച്ചു തല തിരിഞ്ഞവന്മാർ. എന്നെ ഇരുത്തി പടം വരക്കാനാടാ അങ്ങേര് വന്നത്. ടങ്. ഓടിക്കോ സൂത്ര. പുഷ്പവൃഷ്ടി കല്ലായിട്ടാ വരുന്നത്. നാടോടിക്കഥ. കുന്നുണ്ടാക്കിയ എലി. പണ്ട് ഒരു വീട്ടിൽ ഒരു എലി താമസിച്ചിരുന്നു. ഒരു ദിവസം എലി അലമാരയുടെ താഴെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ചുറ്റും വല്ലാത്ത ചൂട്. എലി ഞെട്ടിയുണർന്നു. അയ്യോ, അതാ തീ. താഴെ കിടക്കുന്ന ഒരു ഉടുപ്പിന് തീ പിടിച്ചതാണ്. എലി പേടിച്ച് ഒറ്റച്ചാട്ടം. തീയുടെ മുകളിലൂടെ അവൻ മറുവശത്തെത്തി. എന്നിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയോടി. ഹാവു, രക്ഷപ്പെട്ടു. എലി ആശ്വാസത്തോടെ മുറ്റത്തിരുന്നു. അപ്പോഴാണ് അവനൊരു തോന്നൽ. ഹോ, ഈ തീക്കുമുകളിലൂടെ ചാടിയ താനൊരു കേമൻ തന്നെ. എലി ഗമയോടെ നടന്നു. തൻ്റെ കഴിവ് ഇനിയും തെളിയിക്കണം. അതിനെന്താണ് വഴി? അപ്പോഴാണ് എലി ഒരു മതിൽ കണ്ടത്. എലി വിചാരിച്ചു, ഹയ്യടാ, ആ മതിലിന് മുകളിലൂടെ ചാടാം. എലി ഒറ്റച്ചാട്ടത്തിന് മതിലിനപ്പുറത്തേക്ക് ചാടി. ചാടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് മതിലൊന്നുമല്ല, ഒരു സാധാരണ മണൽക്കൂനയാണ്. ഒരു വശത്ത് നിന്ന് നോക്കിയപ്പോൾ വലുതായി തോന്നിയതാണെന്ന്. അപ്പോഴതാ ഒരു തടാകം. ഇത് നീന്തി കടന്നാൽ താനൊരു മഹാനാണെന്ന് തെളിയിക്കാം. എലി തടാകത്തിൽ ചാടി നീന്തി മറുവശത്തെത്തി. അപ്പോഴല്ലേ മനസ്സിലായത് അത് തടാകമൊന്നുമല്ല, ഏതോ ജീവിയുടെ കാൽപ്പാട് മണ്ണിൽ പതിഞ്ഞതാണ്. ഒരു വശത്ത് നിന്ന് നോക്കിയപ്പോൾ വലുതായി തോന്നിയതാണെന്ന്.
എലിക്കു നിരാശ തോന്നി. അവൻ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പോഴതാ കുറച്ചകലെ വലിയൊരു തൂണു പോലെ ഒരു മരം, ആകാശം താങ്ങി നിർത്തുന്നത്. ആ മരമാണെന്ന് തോന്നും. ഈ മരം പിഴുതുമറിച്ചാൽ എല്ലാവരും ബഹുമാനിക്കും. പക്ഷേ അതോടെ ആകാശം ഇടിഞ്ഞു താഴെ വീഴും. ആ സമയത്ത് ഒളിച്ചിരിക്കാൻ ആദ്യം ഒരു മാളമുണ്ടാക്കണം. അങ്ങനെ എലി മാളമുണ്ടാക്കാൻ തുടങ്ങി. അതിനുശേഷം മരച്ചുവട്ടിലെ മണ്ണിളക്കി മാറ്റാൻ തുടങ്ങി. അത് മറിഞ്ഞു വീഴാറായപ്പോൾ എലി ഓടി മാളത്തിൽ കയറി. ഇപ്പോൾ കേൾക്കും ആകാശം ഇടിഞ്ഞു വീഴുന്ന ശബ്ദം. എലി കാതോർത്തിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോൾ എലി പതുക്കെ പുറത്തിറങ്ങി നോക്കി. ആകാശത്തിൽ നിന്ന് ഒരു കുഴപ്പവുമില്ല. മറിഞ്ഞു വീണത് മരമൊന്നുമല്ല, ഒരു ചെടിയാണ്. താഴെ നോക്കിയപ്പോൾ വലുതായി തോന്നിയതാണ്. എലിക്ക് നിരാശ തോന്നി. ഈ നിരാശ മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ഒരു കുന്ന് ഇളക്കി മാറ്റണം. എലി വേഗം മുന്നിൽ കണ്ട ഒരു കുന്നിൽ കയറി. അത് തുരന്ന് മണ്ണെടുത്ത് കുറേ അകലെ കൊണ്ടിടാൻ തുടങ്ങി. ആ ജോലി അവൻ സ്ഥിരമായി ചെയ്യാൻ തുടങ്ങി. വൈകാതെ കുന്നിലെ മണ്ണ് കൊണ്ടിടുന്ന സ്ഥലത്ത് മറ്റൊരു ചെറിയ കുന്നുണ്ടായി തുടങ്ങി. അതുകൊണ്ട് എല്ലാവരും എലിയെ ബഹുമാനത്തോടെ വിളിച്ചു കുന്നുണ്ടാക്കിയ എലി. എലിക്ക് സന്തോഷമായി. ഒടുവിൽ എല്ലാവരും തന്നെ ബഹുമാനിക്കാൻ തുടങ്ങിയല്ലോ. മന്ത്രിയുടെ തന്ത്രങ്ങൾ. ഒരിക്കൽ കുറേ കലാപകാരികൾ ഹോജ രാജാവിനെ തട്ടിക്കൊണ്ടുപോയി. മന്ത്രി രാജാവായി. ഹോ, ഇങ്ങനെ മന്ത്രിയുടെ ആഗ്രഹം സാധിച്ചു. പുതിയ രാജാവ് നീണാൽ വാഴട്ടെ. എല്ലാവരും എന്നെ വണങ്ങൂ. ഹി ഹി. ഹുഷ്. ഹാവു, പിടിച്ചു. ഇതെന്താ പ്രശ്നം? ആരോ അങ്ങയെ ആക്രമിച്ച് രാജാവാകാൻ ശ്രമിക്കുകയാ. അങ്ങനെ ചെയ്യാമോ? അത് തെറ്റല്ലേ? അതല്ലേ മന്ത്രി ഇത്രയും കാലം ചെയ്തത്. കഷ്ടപ്പെട്ടു കിട്ടിയ സിംഹാസനമാ, ഞാനിത് വിട്ടുകൊടുക്കില്ല. കഷ്ടപ്പെട്ടോ? എങ്ങനെ? പഴയ രാജാവിനെ കൊണ്ടുപോയ കലാപകാരികൾ ഇങ്ങോട്ട് വരുന്നു. വേഗം അവരെ തടയൂ. ഞാൻ സൈന്യത്തെ ഇറക്കാം. വേഗമാകട്ടെ. ഷോ, ആകെ ടെൻഷനായി. ഇതൊരു തലവേദനയാവുന്ന ലക്ഷണമാ. അത് സൈന്യം നോക്കിക്കോളും. അങ്ങേക്ക് വേറെ ഒഫീഷ്യൽ കാര്യങ്ങളുണ്ട്. കൊട്ടാരത്തിൽ ഉണ്ടായ പുതിയ പച്ചക്കറിയാ. നാട്ടിലെ റോഡ് പണിയുടെ കണക്കുകളാ. ഷോ, തീരെ ശ്രദ്ധ കിട്ടുന്നില്ല. ഗസ്റ്റ് വന്നിട്ടുണ്ട്. പഴയ രാജാവിൻ്റെ കസിൻസാ. ശരി, ഇതാ വരുന്നു. അയ്യോ, രാജാവിൻ്റെ കസിൻസോ? അവർ ആക്രമിക്കാൻ വന്നതാണോ? സിംഹാസനത്തിൻ്റെ അവകാശം ചോദിക്കാൻ വന്നതോ? അയ്യോ, നമുക്ക് നോക്കാമെന്നേ. വൈകാതെ വന്നു കാണാമെന്ന് കരുതി. അതിനെന്താ, വരൂ വരൂ. അങ്ങയെ ആശംസിക്കാൻ വന്നതാ. രാജാവിൻ്റെ പണി അത്ര ഈസി അല്ലല്ലോ. ഓൾ ദ ബെസ്റ്റ്. പ്രഭു, ഒരു വാർത്തയുണ്ട്. കൊട്ടാരം ആക്രമിക്കാൻ വേറൊരു സൈന്യം വരുന്നു. ഇതൊക്കെ ഇവിടുത്തെ സൈന്യം നോക്കിക്കൊള്ളും. സൈന്യം കലാപരിപാടികളെ നേരിടാൻ പോയിരിക്കുകയാ. ഇനി എന്തു ചെയ്യും? അവർ എത്താറായി. തൽക്കാലം അങ്ങോട്ട് ചെന്ന് കീഴടങ്ങുന്നതാ ബുദ്ധി. കൊട്ടാരത്തിലേക്ക് അവർ വരില്ലല്ലോ. ഓഹോ, ഇതെല്ലാം ഈ കസിൻസിൻ്റെ പ്ലാനാണെന്ന് തോന്നുന്നു. ഇനി എന്നെ രക്ഷിക്കാൻ ഒരാളേ ഉള്ളൂ. ഹലോ, അവന്മാരെ വിടരുത്. ബാൽക്കണിയിൽ ചെന്ന് കാര്യങ്ങൾ നോക്കാം. ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. കീഴടങ്ങുന്നത് നല്ലത്. ആക്രമിക്കൂ. ടക്ക്. ഇതെന്താ? ടിങ്. സൂക്ഷിച്ച്, ആരോ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്നു. അയ്യോ, തേങ്ങയേറ് തുടരുകയാ. നമുക്ക് രണ്ടു വഴിക്ക് നീങ്ങാം. ടിങ് ടോങ്. ഒരുത്തൻ ഒഴികെ എല്ലാവരും വീണു. ടക്ക്. ഹിഹി, അവനും വീണു. ആരാ തേങ്ങ നടത്തിയത്? ഞാൻ തന്നെ. ഹഹ. മന്ത്രിയുടെ സഹായിയായ ഹെഡ് ഹിറ്റായിരുന്നു അത്. അയ്യോ, ഞാനിപ്പോൾ കാൽ തെറ്റി വീണേനെ. ഇവരുടെ അറ്റാക്ക് ഉണ്ടാകുമോ? പ്രശ്നം തീർന്നല്ലോ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഈ വീഴാൻ പോയപ്പോൾ ഞാനൊരു കസിൻ്റെ ഷർട്ടിൽ ബട്ടൺ ക്യാമറ പിടിപ്പിച്ചു. ഇനി അവരെ നിരീക്ഷിക്കാം. പാവമന്ത്രി എന്തൊക്കെ ടെൻഷൻ അനുഭവിക്കുന്നത്. അതെ, എല്ലാം ഓക്കെ ആകട്ടെ. കസിൻസ് കുഴപ്പക്കാരല്ലെന്ന് തോന്നുന്നു. ശരിയാ, വെറുതെ തെറ്റിദ്ധരിച്ചു. ഐതിഹ്യ കഥ. പണ്ട് ആലത്തൂർ നമ്പി എന്നൊരു പ്രസിദ്ധനായ വൈദ്യൻ ഉണ്ടായിരുന്നു. ചികിത്സയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെപ്പറ്റി ധാരാളം കഥകളുണ്ട്. ഒരിക്കൽ ആലത്തൂർ നമ്പി കുറച്ചുനാൾ തിരുവനന്തപുരത്ത് താമസിച്ചു. അതിനിടെ കിളിമാനൂർ കൊട്ടാരത്തിലെ വലിയ കോയിത്തമ്പുരാന് അസുഖമാണത്രേ. കഠിനമായ ദാഹം. ദിവസവും 150 ഇളനീരിൻ്റെ വെള്ളമാണ് കുടിക്കുന്നത്. തമ്പുരാൻ്റെ ദാഹം മാറ്റുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുമത്രേ. ആലത്തൂർ നമ്പി കിളിമാനൂർ കൊട്ടാരത്തിലെത്തി. നമ്പി, ഇത് മുഴുവൻ ഞാൻ കുടിച്ച കരിക്കാണ്. എങ്ങനെയെങ്കിലും എൻ്റെ ദാഹമൊന്ന് മാറ്റണം. അന്നു തന്നെ നമ്പി ചികിത്സ തുടങ്ങി. ഇന്ന് 140 കരിക്ക് കൊണ്ട് മതിയായി. ഓരോ ദിവസം കഴിയുന്തോറും തമ്പുരാന് വേണ്ട കരിക്കിൻ്റെ എണ്ണം കുറഞ്ഞു വന്നു. ഇപ്പോൾ ഒരു കരിക്ക് മതി. നന്നായി. എനിക്ക് ഇല്ലത്തേക്ക് മടങ്ങണം.
മടങ്ങാൻ വരട്ടെ, ഇതാ ഇത് സ്വീകരിക്കൂ. എന്നാൽ നമ്പി പോയതിൻ്റെ പിറ്റേന്ന് മുതൽ തമ്പുരാൻ ദാഹം വീണ്ടും കൂടി. ഓ, എന്തൊരു ദാഹം! ഒന്നും കൂടി ആ നമ്പിയെ വിരത്തു. അങ്ങനെ നമ്പി വീണ്ടും എത്തി. വൈകാതെ തമ്പുരാൻ്റെ അസുഖം പൂർണ്ണമായും മാറി. ഇതാ നമ്പി, ഇതിരിക്കട്ടെ. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നമ്പി ദൂരയാത്ര കഴിഞ്ഞ് ഇല്ലത്തേക്ക് മടങ്ങുകയായിരുന്നു. എന്തൊരു ചൂട്! ശിവ ശിവ, ഈ പടിപ്പുരയിൽ ഇരുന്ന് കുറച്ചു നേരം വിശ്രമിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്പിയെ പരിചയമുള്ള ഒരാൾ ആഗ്രഹത്തിലെത്തി. പ്രസിദ്ധനായ ആലത്തൂർ നമ്പിയാണ് നിങ്ങളുടെ പടിപ്പുരയിൽ ഇരിക്കുന്നത്. നിങ്ങളുടെ മകന് ചെവി ഒട്ടും കേൾക്കില്ലെന്നല്ലോ. നമ്പിയെ വിളിച്ച് മകനെ ഒന്ന് ഗണിച്ചുകൂടെ? എത്ര ചികിത്സ ചെയ്തതാണ്, എനിക്ക് പ്രതീക്ഷയില്ല. എങ്കിലും നമ്പിയോടൊന്ന് പറഞ്ഞു നോക്കാം. ഗൃഹനാഥൻ നമ്പിയോട് സങ്കടം പറഞ്ഞു. വിളക്കിൽ ഒഴിക്കുന്ന കൊട്ടെണ്ണ കൊണ്ടുവരൂ. ശരി. നമ്പി കൊട്ടെണ്ണ മകൻ്റെ തലയിൽ തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് വെയിലത്ത് നിർത്തി. അയ്യോ, ഇങ്ങനെ വെയിലത്ത് നിന്നാൽ നമ്മുടെ മോൻ. നമ്പി ഉടനെ നേരെ ചെന്ന് അയാൾക്കിട്ട് ഒറ്റയടി. ഹേ, എന്താണ് ചെയ്തത്? അച്ഛാ, അദ്ദേഹത്തോട് ദേഷ്യപ്പെടരുതേ, എനിക്കിപ്പോൾ ചെവി കേൾക്കാം. അങ്ങ് എന്നോട് ക്ഷമിക്കണേ. വീട്ടുകാരൻ സന്തോഷത്തോടെ നമ്പിക്ക് ധാരാളം പണം നൽകി. ഒരിക്കൽ കോട്ടക്കൽ ഏർപ്പാട് തമ്പുരാൻ ദീനം വന്ന് കിടപ്പിലായി. ആലത്തൂർ നമ്പിക്ക് പകരം അനിയൻ നമ്പിയാണ് ചികിത്സയ്ക്ക് വന്നിരിക്കുന്നത്. ഒരു തരി ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് ഒരു ഉരുള ചോറ് രുചിയോടെ കഴിക്കണം എന്നൊരാഗ്രഹമേ എനിക്കുള്ളൂ. ഒടുവിൽ ആലത്തൂർ നമ്പി തന്നെ അവിടെ എത്തി. രുചിയോടെ ഭക്ഷണം കഴിക്കണം അല്ലേ? സദ്യ തയ്യാറാക്കിക്കൊള്ളൂ. ആലത്തൂർ നമ്പി ഒരു മരുന്ന് കയ്യിലിട്ട് ഉരുട്ടി ഗുളികയാക്കി. ഇത് കഴിച്ചോളൂ. എന്നിട്ട് നെയ്യും പരിപ്പും കൂടി ഒരു ഉരുള ചോറ് നൽകി. നല്ല രുചിയുണ്ട്. നാഴി അരിയുടെ ചോറ് തമ്പുരാൻ രുചിയോടെ കഴിച്ചു. അന്നു രാത്രി ഏർപ്പാട് തമ്പുരാൻ മരണമടഞ്ഞു. ആലത്തൂർ നമ്പിയുടെ ചികിത്സാ നൈപുണ്യം തെളിയിക്കുന്ന രസകരമായ നിരവധി കഥകൾ നമ്മുടെ ഐതിഹ്യങ്ങളിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പരിചയപ്പെടുത്തുന്ന പങ്ക്തി. AI ടൂൾസ് പരിചയപ്പെടാം. ബൈപ്പാസ് GPT എന്ന ടൂളിനെപ്പറ്റി ഇത്തവണ. ബൈപ്പാസ് GPT, ChatGPT, ജെമിനൈ തുടങ്ങിയ AI ടൂളുകൾ ഇന്ന് എല്ലാവരും ധാരാളമായി ഉപയോഗിക്കാറുണ്ടല്ലോ. എന്നാൽ ഈ ടൂളുകൾ സാധാരണയായി ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മടി കാണിക്കാറുണ്ട്. ഇതിനെ കണ്ടന്റ് ഫിൽട്ടറിംഗ് എന്നാണ് വിളിക്കാറ്. ഇത്തരം നിയന്ത്രണങ്ങൾ മറികടക്കാൻ സഹായിക്കുന്ന ഒരു AI ടൂൾ ആണ് ബൈപ്പാസ് GPT. ബൈപ്പാസ് GPT ഒരു AI ഡിറ്റക്ഷൻ ബൈപ്പാസ് ടൂൾ ആണ്. AI മോഡലുകൾ സ്വയം ചില വാക്കുകളോ വിഷയങ്ങളോ ഫിൽട്ടർ ചെയ്യാറുണ്ട്. ബൈപ്പാസ് GPT ഈ ഫിൽട്ടറിംഗ് പരിപാടിയെ തടസ്സപ്പെടുത്തും. ഇതിനായി ബൈപ്പാസ് GPTയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ബൈപ്പാസ് ചെയ്യേണ്ട ടെക്സ്റ്റ് നൽകുക. ബൈപ്പാസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ AIയുടെ ഫിൽട്ടറിംഗ് ഇല്ലാതെ ഒപ്റ്റിമൈസ് ചെയ്ത ഉത്തരം ലഭിക്കും. ഉദാഹരണത്തിന്, ഒരു വൈഫൈ എങ്ങനെ ഹാക്ക് ചെയ്യാം എന്ന ചോദ്യത്തിന് AI ടൂളുകൾ സാധാരണഗതിയിൽ മറുപടി നൽകാറില്ല. എന്നാൽ ഇക്കാര്യം ബൈപ്പാസ് GPT ഉപയോഗിക്കുമ്പോൾ വൈഫൈ നെറ്റ്വർക്കിൻ്റെ സുരക്ഷാ പാളിച്ചകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്താൻ സഹായിക്കും. ഇതിന് AI വിശദമായ ഉത്തരം നൽകുകയും ചെയ്യും. ഇത് ഒരു ഉദാഹരണം മാത്രമാണെന്ന് ഓർക്കണേ. കൂട്ടുകാർ ഇത്തരം തെറ്റായ കാര്യങ്ങൾ ചെയ്തു നോക്കരുത്. AI ടെക്നോളജി വികസിക്കും തോറും അതിൻ്റെ നിയന്ത്രണങ്ങൾ മറികടക്കാനുള്ള ടൂളുകളും വികസിക്കും. ബൈപ്പാസ് GPT അതിൻ്റെ നല്ല ഉദാഹരണമാണ്. AI മേഖലയിലെ വിവിധ കാര്യങ്ങൾ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ബൈപ്പാസ് GPT എന്ന ടൂളിനെ കുറിച്ച് പറഞ്ഞത്. AI ടൂളുകളോട് വിവരങ്ങൾ ആവശ്യപ്പെടുമ്പോൾ വാക്കുകൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിൽ വരുന്ന മാറ്റം രസകരമാണ്. ഇത് മനസ്സിലാക്കാൻ ഈ ടൂൾ സഹായിക്കും. ഈ ടൂളും AIയെ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒന്നാണ്. അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. നിയമവിരുദ്ധമായ വിവരങ്ങൾ തിരയുന്നതും മറ്റും ഒഴിവാക്കുകയും വേണം.